2024 മാർച്ച് 6 കാനഡയിലെ ഒട്ടാവ. കാനഡയിലെ തലസ്ഥാനമായ ഒട്ടാവയിലെ വളരെ ശാന്തമായ സ്ഥലമാണ് ബരഹാവൻ. കാനഡയിലെ സമയമനുസരിച്ച് ഏകദേശം 10:30 മുതൽ 11 വരെ. ആളുകളെല്ലാം ഉറങ്ങാൻ ഒരുങ്ങുകയാണ്. കൃത്യം ആ സമയത്ത് ഒരു വലിയ നിലവിളി കേട്ടു. ആ നിലവിളി കേട്ട ചിലർ അത് എന്താണെന്നറിയാനായി അവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർ നോക്കിയപ്പോൾ ദേഹമാസകല മുറിവുകളോടുകൂടി രക്തമൊഴുകുന്ന ഒരാളെ കണ്ടു. അവൻ അവിടെ നിന്ന് വഴിയരികിൽ സഹായത്തിനായി നിലവിളിക്കുകയായിരുന്നു. അതോടൊപ്പം അവൻ കൈകൾ കൂപ്പി അവരോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഞങ്ങളെ വല്ലാതെ ആക്രമിച്ചു. ആരെങ്കിലും ഉടൻ 911 വിളിച്ച് പോലീസിനെ വരാൻ പറയാമോ എന്നാവശ്യപ്പെട്ടു. ഇതുപോലെ അദ്ദേഹം ആളുകളോട് അഭ്യർത്ഥിച്ച് യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിലെ വീട്ടിലേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് കണ്ടു നിന്നവർക്ക് മനസ്സിലായത് ഇത്രയും സമയം ഇവിടെ നിന്ന് യാചിച്ചത് മറ്റാരുമല്ല, അവരുടെ അയൽവാസിയായ ധനുഷ്ക വിക്രമസിംഗയാണെന്ന്. ഏറ്റവും കുറഞ്ഞ ആക്രമണ നിരക്കുള്ള കാനഡയിൽ മാർച്ച് 6 ബുധനാഴ്ച നടന്ന ഈ ഒരു സംഭവം കാനഡ സർക്കാരിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. ധനുഷിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ട ചിലർ ഉടനെ 911 വിളിച്ച് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പോലീസ് അവിടെ എത്തിയത്. വീടിനുള്ളിൽ ആദ്യ ചുവട് വെച്ചപ്പോൾ തന്നെ വലിയൊരു ഞെട്ടൽ അവരെ കാത്തിരുന്നു. വാതിൽ തുറന്നപ്പോൾ വാതിലിന് സമീപം ധനുഷിനെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തി അയാളുടെ വിരലുകൾ മുറിഞ്ഞ് ജീവന് വേണ്ടി പാടുപെടുന്ന ഒരവസ്ഥയിൽ കണ്ടു. പോലീസ് ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് അയാളെ ആശുപത്രിയിലേക്ക് അയച്ചു. ഇപ്പോൾ ആ വീട്ടിൽ കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ ധനുഷ് ബോധരഹിതനായ സ്ഥലത്തിന് സമീപം കത്തിയും മൂർച്ചയുള്ള ചില വസ്തുക്കളും കണ്ടെത്തി. അത് എടുത്ത പോലീസ് മറ്റെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പരിശോധിച്ചു. പോലീസ് അങ്ങനെ എല്ലാ മുറികളും പരിശോധിച്ചു. എന്നാൽ വീട്ടിൽ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പകരം അപ്രത്യക്ഷമായ ഒരു കാര്യം അവർ കണ്ടു. സാധാരണ പോലീസുകാർ ഒരുപാട് കൊലപാതകങ്ങളും ഭയാനകമായ രീതിയിലുള്ള ഡെഡ് ബോഡീസും കാണാറുണ്ട്. അതൊക്കെ പതിവായിരുന്നു. എന്നാൽ ഈ ദൃശ്യം കണ്ട് പോലീസുകാർ തന്നെ ഭയന്നു. അതെ, ധനുഷിന്റെ വീടിനുള്ളിൽ വ്യത്യസ്ത മുറികളിൽ 6 മൃതദേഹങ്ങൾ വളരെ ക്രൂരമായ അവസ്ഥയിൽ കണ്ടെത്തി. ഞാനിവിടെ വളരെ ക്രൂരം എന്ന് പറയാൻ കാരണം ആ 6 മൃതദേഹങ്ങളിൽ ഒന്ന് 2-3 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെതായിരുന്നു. ഈ 2 മാസമുള്ള ഒരു കുഞ്ഞിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന് എന്തായിരിക്കണം അത്ര അത്യാവശ്യം? അതിനാൽ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കാമെന്ന് പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞല്ലാതെ മറ്റ് 3 കുട്ടികളുടെ മൃതദേഹങ്ങൾ കൂടെ കണ്ടെത്തി. കൂടാതെ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഉണ്ടായിരുന്നു. മൊത്തം 6 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ സ്ത്രീ ധനുഷിന്റെ ഭാര്യയും 4 കുട്ടികൾ അവരുടെ മക്കളുമാണ്. ഇത് ചുമരുകളിലെ ഫോട്ടോ ഫ്രെയിമുകൾ കണ്ടപ്പോൾ പോലീസിന് മനസ്സിലായി. ധനുഷിന്റെ ഭാര്യ 35 വയസ്സുള്ള ദർശനി വിക്രമസിംഗ, 7 വയസ്സുള്ള മകൻ ഇനുക വിക്രമസിംഗ, 4 വയസ്സുള്ള അശ്വനി വിക്രമസിംഗ, 2 വയസ്സുള്ള മകൾ റിയാന വിക്രമസിംഗ, ഒടുവിൽ 2 മാസം പ്രായമുള്ള കില്ലി വിക്രമസിംഗ. ഇതുപോലെ 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ മുഴുവനും കൊന്നു. ഇതിൽ ആ 6ാമത്തെ മൃതദേഹം ആരാണെന്ന് അന്വേഷണം ആരംഭിച്ച പോലീസിന് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ലഭിച്ചു. വിവാഹിതനും 3 കുട്ടികളുമുള്ള ധനുഷ് ശ്രീലങ്കയിൽ നിന്നുള്ളയാളാണ്. മിഡിൽ ക്ലാസ് ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബജീവിതം സാമ്പത്തികമായി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അത് നടപ്പിലാക്കാൻ വിദേശത്ത് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ഇതിനായി 2021 സെപ്റ്റംബറിൽ ശ്രീലങ്കയിലുള്ള അദ്ദേഹത്തെ കുടുംബത്തെ ഉപേക്ഷിച്ച് സ്റ്റുഡന്റ് വിസ വഴി കാനഡയിലേക്ക് പോയി. അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം കരുതിയതുപോലെ തന്നെ 2 വർഷങ്ങൾ കഴിഞ്ഞ് നല്ലൊരു ശമ്പളത്തിൽ ജോലി കിട്ടി. അങ്ങനെ 2023 ജൂലൈ മാസം 2-ാം തീയതി ഭാര്യയെയും മക്കളെയും കാനഡയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ തന്റെ സ്വപ്നം അനുസരിച്ച് ഒരു വലിയ വീട് വാടകയ്ക്കെടുത്തു. അവിടെ താമസിക്കാനും തുടങ്ങി. അതോടൊപ്പം 2023 ഡിസംബറിൽ അവർക്ക് അവരുടെ അവസാനത്തെ കുഞ്ഞും ജനിച്ചു. ഈ സാഹചര്യത്തിൽ ധനുഷ് കാനഡയിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിചയക്കാരനായ 40 വയസ്സുള്ള അമരക്കോൺ എന്നയാളെ അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിപ്പിച്ചു. കാനഡയിലും US-ലും ആളുകൾ 3 BHK അല്ലെങ്കിൽ വലിയ വീടുകൾ ലീസിനോ വാടകയ്ക്കോ എടുക്കുകയും 2-3 കുടുംബമായി ഒരുമിച്ച് ആ വീടിനെ ഭാഗിച്ച് താമസിക്കും. വാടക പങ്കിടുകയും ചെയ്യും. സിംഗപ്പൂരിലും മലേഷ്യയിലും ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇന്ത്യയിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ധനുഷും അമരക്കോണിന് വാടകയ്ക്ക് ഒരു മുറി നൽകി. അവനും ധനുഷിന്റെ കുടുംബത്തോടൊപ്പം വളരെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഞാൻ അവനെക്കുറിച്ച് പറയുമ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് ഇവനിലൂടെയാണ് എന്ന് നിങ്ങൾ ഊഹിച്ചെങ്കിൽ അതെ, ഇവൻ കാരണമാണ് പ്രശ്നം വരാൻ പോകുന്നത്. പക്ഷെ ഇവനും ഇരയാകാൻ പോകുന്നു. ദിവസങ്ങളിങ്ങനെ പോകുമ്പോൾ അവരുടെ ജീവൻ എടുക്കാൻ പോകുന്ന ഒരു പ്രശ്നം അവരുടെ വാതിൽ മുട്ടാൻ തുടങ്ങി. ഒരു ദിവസം അമരക്കോൺ ധനുഷിന് ഫെബ്രിയോഡി സോയ്സെ എന്നയാളെ പരിചയപ്പെടുത്തി. അവനും ശ്രീലങ്കയിൽ നിന്നുള്ളവനാണ്. അതിനാൽ ധനുഷ് ഉടൻ തന്നെ അവനുമായി അടുത്തു. ഫെബ്രിക്ക് 18 വയസ്സായി. ഇന്റർനാഷണൽ സ്റ്റുഡന്റായ അവൻ സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ വന്നു. അൽഗോൺകുൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. പരിചയപ്പെട്ട ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫെബ്രി താമസിക്കുന്ന വീട്ടിൽ എപ്പോഴും അവൻ വീഡിയോ ഗെയിം കളിക്കുന്നത് കൊണ്ട് അവർ അവനോട് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടു. ഇപ്പോ ഫെബ്രിക്ക് താമസിക്കാൻ സ്ഥലമില്ല എന്നറിഞ്ഞ ധനുഷ് അയാളുടെ ബേസ്മെന്റ് ഫ്ലോറിൽ അവനെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭാര്യ ദർശിനിയോട് സംസാരിച്ച് സമ്മതം വാങ്ങി ബേസ്മെന്റിൽ അവനെ താമസിപ്പിച്ചു. പക്ഷേ ധനുഷിന് അറിയില്ലായിരുന്നു വീഡിയോ ഗെയിം മാത്രമല്ല ഫെബ്രിയിലുള്ള പ്രശ്നമെന്ന്. അവന് മറ്റു ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഫെബ്രിക്ക് പലപ്പോഴായി ദേഷ്യം വരുമ്പോഴെല്ലാം അവൻ സാധനങ്ങളെല്ലാം എടുത്തെറിയും. ഇതുപോലെ അവൻ വളരെ പ്രകോപിതനായിരുന്നു. കോളേജിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് വന്നു. പക്ഷെ 2023 സെപ്റ്റംബറിൽ അവൻ പഠനം നിർത്തി. അതിനാൽ ആദ്യം താമസിപ്പിക്കാൻ അനുവദിച്ച ഭാര്യ ദർശിനിക്ക് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവൾ ധനുഷിനോട് അവനെ ആ വീട്ടിൽ നിർത്തുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അവന്റെ നോട്ടം, രീതി, പെരുമാറ്റം ഒന്നും തന്നെ ശരിയല്ല. ഇങ്ങനെ ദർശിനി തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ അവൾ പറഞ്ഞത് മനസ്സിലാക്കിയ ധനുഷും അവൻ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് പെട്ടെന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെടാൻ കഴിയില്ല. അവനും ചെറുപ്പമാണ്. താമസിയാതെ ഞാൻ തന്നെ ഒരു വീട് കണ്ടെത്തി അവിടേക്ക് അവനെ മാറ്റാമെന്ന് പറഞ്ഞു. ദർശിനിക്ക് അവനെ ഇഷ്ടമല്ലെങ്കിലും ആ കുടുംബം മുഴുവനും അവന്റെ 19ാം പിറന്നാൾ വളരെ സന്തോഷത്തോടു കൂടി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അവൻ അവന്റെ പ്രിയപ്പെട്ട ചീസ് കേക്ക് ഓർഡർ ചെയ്ത് ഒരു വലിയ സർപ്രൈസ് തന്നെ അവന് കൊടുത്തു. അവൻ ഇത്ര നന്നായി സ്നേഹിച്ച ഒരു കുടുംബത്തെയാണ് അവൻ വളരെ ക്രൂരമായി കുത്തിക്കൊന്നത്. ധനുഷ് പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ധനുഷിന്റെ ഭാര്യയായ ദർശിനിയെ അയാൾ ആക്രമിച്ചു. ഈ ശബ്ദം കേട്ട് അമരക്കോൺ വന്നപ്പോൾ അവൻ അയാളെയും കൊന്നു. അതിനുശേഷം അവൻ എന്തിന് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു എന്നറിയില്ല. കൃത്യസമയത്ത് വന്ന ധനുഷിനെയും അയാൾ കൊല്ലാൻ ശ്രമിച്ചു. പലയിടത്തും കുത്തി. ധനുഷ് കൈകൊണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ അവന്റെ വിരലുകൾ മുറിച്ചു. ഒരുപാട് രക്തം നഷ്ടപ്പെട്ടപ്പോൾ ധനുഷിന് ബോധവും നഷ്ടമായി. ഇത് കണ്ട ഫെബ്രിയും അയാൾ മരിച്ചു എന്ന് കരുതി അവിടെ നിന്നും സ്ഥലം വിട്ടു. പക്ഷെ കുറച്ചു മിനിറ്റിനുള്ളിൽ ധനുഷിന് ബോധം വീണ്ടെടുത്തു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അയൽക്കാരോട് സഹായം ചോദിക്കാൻ തുടങ്ങി. ഇതിനുശേഷമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ധനുഷിനെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. ക്രൈം സീനിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഒരു പാർക്കിൽ വെച്ച് പോലീസ് ഫെബ്രിയെ അറസ്റ്റ് ചെയ്തു. അവർ അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവൻ ഒന്നിനും പ്രതികരിച്ചില്ല. പോലീസ് വീണ്ടും ചോദിച്ചപ്പോഴാണ് അവൻ മാനസികമായി ശരിയല്ല എന്ന് പോലീസിന് മനസ്സിലായത്. മാനസിക പ്രശ്നം കാരണം അവൻ എല്ലാവരെയും ക്രൂരമായി കുത്തിക്കൊന്നുവെന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഇത്തരമൊരു സംഭവം തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഇത് ഭയങ്കരമായ ആക്രമണമാണെന്നും പറഞ്ഞു. മാനസികമായി ബാധിച്ച ഫെബ്രിയെ പോലുള്ള ആളുകൾക്ക് ശരിയായ ചികിത്സ നൽകണം എന്നും അദ്ദേഹം പറഞ്ഞു. 2024 മാർച്ച് 16 അവനെ കോടതിയിൽ ഹാജരാക്കി. 28 വിചാരണ മാറ്റിവെച്ചു. ഇപ്പോഴും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട്ടുകാരനാണ്, വിദ്യാർത്ഥിയാണ് എന്നൊക്കെ ചിന്തിച്ച് അവനെ സഹായിച്ച ധനുഷിന് ഇപ്പൊ മുഴുവൻ കുടുംബത്തെയും നഷ്ടപ്പെടുത്തി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഈ കാലത്ത് ആരെങ്കിലും സഹായിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു വലിയ പ്രശ്നമായി മാറുകയാണ്. ഉദാഹരണത്തിന് രാത്രി 2 വീലറിലോ കാറിലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും റോഡിൽ ലിഫ്റ്റ് ചോദിച്ചാൽ അവർക്ക് ലിഫ്റ്റ് നൽകുന്നത് തന്നെ അപകടകരമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ലിഫ്റ്റ് നൽകുകയും കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവുമെല്ലാം എടുക്കുകയും ചെയ്യും. ഇത് കാരണം ശരിക്കും ലിഫ്റ്റ് ആവശ്യമുള്ള ആളുകൾക്ക് പോലും സഹായം നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനാൽ ആരെയെങ്കിലും സഹായിക്കുന്നതിന് മുൻപ് നിങ്ങൾ അവരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി സഹായം ചെയ്യുക. കാനഡ സർക്കാരും ഇത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് അവരുടെ ജനങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് സ്ഥലം കൊടുക്കുകയോ ചെയ്താൽ ആദ്യം അവരെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതെ തടയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉപദേശിച്ചു. ശ്രീലങ്കൻ എംബസിയും കാനഡയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ കൂട്ടാൻ ഒരുപാട് നടപടികൾ എടുക്കാൻ തുടങ്ങി. എന്നാൽ പോലീസും സർക്കാരും ധാരാളം നടപടികൾ എടുത്താലും നമ്മൾ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. ബാധിച്ചതിന് ശേഷം ദുഃഖിക്കുന്നതിന് പകരം മുൻകരുതൽ എടുക്കുന്നതാണ് ബുദ്ധി. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.